ഗ്യാങ്ങിൻ്റെ ഈ ഒരു വീഡിയോ ഇപ്പം ജസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടില്ല. ആ വീഡിയോ കംപ്ലീറ്റ്ലി ഈ ഒരു 2 ദിവസം കൊണ്ട് മാത്രം ചെയ്ത വീഡിയോ, മനസ്സിലായി? അത് ആ മുമ്പ് ചെയ്യാൻ കൊടുത്തതോ അല്ലെങ്കിൽ ഒരു ലോങ് ആയിട്ട് ടൈം എടുത്ത് ചെയ്തോ വർക്കോ അല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബീജിയംസും കേട്ട് നമ്മളെ മൈൻഡ് ഫുള്ള് അയിമക്കിരുത്തി ഇന്നൊരു സംഭവം ക്രിയേറ്റ് ചെയ്താൽ അടിപൊളി ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ഓഫ് മൈൻഡിൽ അത് അങ്ങനെ ഇറക്കിയ വീഡിയോ ആണ്. അതിൽ ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കെ വി എൽ മാലിക്കാണ് നമുക്ക് ആ വീഡിയോ ചെയ്തു തന്നത്. സീരിയസ്ലി ഡബിൾ കായാണ്, ഭയങ്കര വലിയൊരു എഫേർട്ടാണത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ലൈക്ക് 12-13 മണിക്കൂറൊക്കെ എൻ്റെ മാനേജേഴ്സ് വിസിയിൽ ഇരുന്നുങ്ങാണ്ട് ഫുഡ് പോലും കഴിക്കാതെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളിൽ ഫോൺ എടുത്ത് ഞാൻ ഫുഡ് കഴിക്കാതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനും ഇരുന്ന് കൊടുത്തിങ്ങനെ കുറേ നേരം ഇന്ന ഷോർട്ടായിരിക്കും നല്ലതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇരുന്നെങ്കിലും അറ്റ് ദ എൻഡ് കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് മാലിക്കിന് മാത്രമാണ്. മാലിക്കിൻ്റെ ഒരു എഫേർട്ട് മാത്രമാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അഥവാ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ സിനിമാറ്റിക്സ് ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി സംഭവമല്ല, മനസ്സിലായോ? ആ സംഭവം ചില ഷൂട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് റീഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പം നമുക്ക് തന്നെ ഭയങ്കര ബാഡാവും. അത് പാവം ഇനി എങ്ങനെയാണത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഷെയ്ഖ് ബ്രോ കുഴപ്പമില്ല, നമ്മളിത് സെറ്റ് ചെയ്തിരിക്കും, പൊളിച്ചിരിക്കും എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ തൃശ്ശൂരുകാരുടെ. അപ്പം ഭയങ്കര ഒരു ഇതാണ്, ഭയങ്കര ആക്റ്റീവ് വരുന്ന ആൾ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുള്ളിനെ. സത്യം പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ പൊളിച്ചു, ഒരു രക്ഷയില്ല, കലക്കി. സീരിയസ്ലി അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനതൊരു കൺസെപ്റ്റ് മാത്രമേ എൻ്റെതുള്ളൂ. കുറച്ചൊക്കെ ഇന്ന ഷോട്ടുകൾ ആഡ് ചെയ്താൽ രസം ഉണ്ടാവും എന്നുള്ളൊരു സംഭവം പറഞ്ഞു എന്നല്ലാതെ ബാക്കി പറഞ്ഞ കംപ്ലീറ്റ്ലി മാലിക്കിൻ്റെ കൈവാന്ന്. സ്റ്റോം ഫോഴ്സ വീഡിയോ എല്ലാവരും കണ്ടില്ലേ. ഇനിയിപ്പോൾ അത് റിയാക്ട് ചെയ്യേണ്ടി ഇതാക്കേണ്ടിയൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് സിറ്റി കയറിയിട്ടില്ല. ഇന്നലെ സിറ്റി കയറണമെന്ന് കരുതിയതിനു, പക്ഷേ ഇന്നലെ കയറാൻ പറ്റില്ല. മിഞ്ഞാന്നും ഇതേമാതിരി കയറിയിട്ടില്ല. എഡിറ്റ് ചെയ്യേണ്ടവർക്കൊക്കെ ഏറ്റവും ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മാസ് മസാല നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കണം. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഇതിൽ കൂടുതലാണ്, അല്ലെങ്കിൽ കോലീഡർ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്സ് കൂടുതലാണെന്നുള്ളത് ചിന്തിക്കരുത്. ഇത് ഞാൻ പെയ്ഡ് വർക്കാണ്, ഞാൻ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൽ നമ്മളെ സിനിമയിലെ നടൻ നമ്മളാണല്ലോ, ആ ഒരു സംഭവത്തിൽ മാത്രം ചെയ്തതാണ്. അല്ലാതെ ഈഗോ അല്ലെങ്കിൽ പറയുന്ന ഓരേക്കാട്ടിലും നമ്മൾ മെയിൻ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇതിലില്ല, മനസ്സിലായോ? അതൊന്നും ആരും മിസ്റ്റേക്കിലായാണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. അതാണ് ഞാൻ പറയാൻ വന്നത്, മനസ്സിലായോ? അത് നമ്മൾ പെയ്ഡ് വർക്കാണ്, അത് പൈസ കൊടുത്താണ്ട് ചെയ്യിപ്പിച്ചാ. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി എൻ്റെ പൈസ കൊടുത്താണ്ട് ഞാൻ ചെയ്യിപ്പിക്കും, ഞാൻ ഒബ്വിയസ്ലി ഞാൻ ഇതായിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. എന്നാലും ഇന്നേക്കാട്ടിലും ഹൈപ്പ് ഞാൻ നിയാദന കൊടുത്തുകൊണ്ട് തന്നെയാണ് കറക്റ്റ് പ്രോപ്പർ ഡെക്കോറത്തിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി വലുതാക്കിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മേ ബി ഞാൻ പറയണില്ല, അത് ഞാൻ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്യിക്കൂല. ഓക്കെ, അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത് മേ ബി.